കർണാടകയിലെ ഭരണകക്ഷിയായ കോൺഗ്രസിനുണ്ടായ പ്രതിസന്ധി, ആ പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മല്ലികാർജുന ഖാർഗെ പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി കേരള രാഷ്ട്രീയത്തിലും വളരെ പ്രധാനമാണ്. എന്താണ് കർണാടകയിലെ പ്രശ്നം? സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുന്ന ഘട്ടത്തിൽ തന്നെ DK ശിവകുമാറിന് ഉറപ്പു നൽകിയതാണ് മുഖ്യമന്ത്രി പദവി പങ്കിടാമെന്ന്. എന്നാൽ സിദ്ധരാമയ്യ രാജിവെക്കാൻ തയ്യാറാകുന്നില്ല, ഹൈക്കമാൻഡ് പ്രശ്നത്തിൽ ഇടപെടുന്നുമില്ല. എന്തുകൊണ്ടാണ് DK ശിവകുമാർ മുഖ്യമന്ത്രിയാകാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അതിൽ ഇടപെടാത്തത് എന്ന ചോദ്യമാണ് AICC പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുന ഖാർഗെയോട് കർണാടകയിലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിന് അദ്ദേഹം നൽകിയ മറുപടി, ഇതിൽ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല, സോണിയാഗാന്ധിയാണ് തീരുമാനിക്കുക എന്നാണ്. സോണിയാഗാന്ധിയാണ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കുക. സോണിയാഗാന്ധിയുടെ ഇടപെടലുണ്ടായാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം കർണാടകയിൽ ഉണ്ടാകാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചു. ഒരു സംസ്ഥാനത്ത് ആര് മുഖ്യമന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നതിൽ സോണിയാഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. സോണിയാഗാന്ധി ഒരു പേര് പറഞ്ഞാൽ അതിനെ AICC തള്ളില്ല, അത് സ്വീകരിക്കപ്പെടും. അതാണ് സ്ഥിതി എന്ന് മല്ലികാർജുന ഖാർഗെ തുറന്നു പറയുന്നു. മല്ലികാർജുന ഖാർഗെയുടെ ഈ വാക്കുകൾ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ ചങ്ക് തകർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് VD സതീശൻ വിഭാഗത്തിൻ്റെ. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയും കൂടി ലഭിച്ച് മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുന്ന VD സതീശനെയാണ് UDF ജയിക്കണം, ജയിച്ചാൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. എല്ലാം പറയുന്നത് UDF ജയിച്ചാൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയാകും എന്ന് ഏതാണ്ട് ഉറപ്പിച്ച് നിൽക്കുമ്പോഴാണ് മല്ലികാർജുന ഖാർഗെയുടെ വാക്കുകൾ സോണിയാഗാന്ധിയാണ് തീരുമാനമെടുക്കുക എന്ന്. സോണിയാഗാന്ധി തീരുമാനിച്ചാൽ അത് ഒരിക്കലും VD സതീശനിൽ എത്തില്ല എന്ന് VD സതീശനെ അനുകൂലിക്കുന്നവർക്കും VD സതീശനും നന്നായി അറിയാം. അത് ചെന്നെത്തുക രമേശ് ചെന്നിത്തലയിലായിരിക്കും. കാരണം സോണിയാഗാന്ധി AICC അധ്യക്ഷയായിരിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിൽ നിർണായക ചുമതല വഹിച്ച ആളാണ് രമേശ് ചെന്നിത്തല. സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്നു. കർണാടക, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റിൻ്റെ പൂർണ്ണമായും ചുമതലയുണ്ടായിരുന്നു. അങ്ങനെ സോണിയാഗാന്ധിയുടെ വിശ്വസ്തരുടെ പട്ടികയിൽപ്പെട്ട ആളാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്ന അവസാന തീരുമാനം സോണിയാഗാന്ധിയുടെ മുന്നിലെത്തിയാൽ സംശയം വേണ്ട, അത് രമേശ് ചെന്നിത്തല ആയിരിക്കും എന്നാണ് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. അതോടൊപ്പം തന്നെ KC വേണുഗോപാലുണ്ട്. KC വേണുഗോപാലും ഗാന്ധി കുടുംബത്തോട് അടുപ്പമുള്ള ആൾ തന്നെയാണ്, സംശയമേയില്ല. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെയും വെച്ച് നോക്കുമ്പോൾ KC വേണുഗോപാലിനോടൊപ്പമായിരിക്കും ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ നിൽക്കുക. എന്നാൽ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇപ്പോൾ ഹൈക്കമാൻഡിന് താല്പര്യമില്ല. ദില്ലിയിൽ തന്നെ നിൽക്കണം, കോൺഗ്രസിനെ നയിക്കാൻ ദില്ലിയിൽ തന്നെ ഉണ്ടാകണം എന്ന നിലപാടാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ആ നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പാർലമെന്റിൽ പുതിയ ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. KC വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവർ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടി വലിയ തോതിൽ പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരു വാക്കും പറയുന്നില്ല. കോൺഗ്രസ് നേതാക്കളാരും KC വേണുഗോപാലിൻ്റെ പേര് പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റോ അതല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ പോസ്റ്ററുകളോ ഫ്ലക്സ് ബോർഡുകളോ ഒന്നും എവിടെയും ഉയരുന്നില്ല. എന്ന് വെച്ചാൽ KC വേണുഗോപാൽ പിൻവാങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും AICCയുടെ ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തൻ എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നെറുക്ക് വീഴും. രമേശ് ചെന്നിത്തല UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകും എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മല്ലികാർജുന ഖാർഗെയുടെ വാക്കുകൾ സ്വാഭാവികമായും ചെന്ന് തറച്ചത് VD സതീശൻ വിഭാഗത്തിൻ്റെ നെഞ്ചത്താണ് എന്ന് പറയാം.